നമസ്കാരം. ഏറെ സന്തോഷത്തോടുകൂടിയും അഭിമാനത്തോടുകൂടിയുമാണ് ഞാൻ ഗോപാലൻ സാറിൽ നിന്ന് ഈ അവാർഡ് സ്വീകരിക്കുന്നത്. 2005 കാഴ്ച എന്ന സിനിമയ്ക്ക് ശേഷം നടന്ന തൃശ്ശൂർ വെച്ച് നടന്ന രാമുക്കാരിയാട്ട് അവാർഡിനുള്ള അവാർഡ് ആദ്യ സിനിമയ്ക്ക് എനിക്ക് ഇതിനു മുമ്പ് ലഭിച്ചിരുന്നു എന്നുള്ളത് വളരെ സന്തോഷത്തോടുകൂടി ഇവിടെ ഓർക്കുകയാണ്. എന്നെ ഏറെ സന്തോഷിപ്പിക്കുന്നത് ഈ അവാർഡല്ല, ഒരു ചലച്ചിത്രകാരൻ്റെ പേരിൽ ഒരു നാട് ഒരുങ്ങി ഇത്രയും വലിയൊരു ആഘോഷങ്ങളിലേക്ക് വർഷങ്ങൾക്ക് ശേഷവും അദ്ദേഹത്തിൻ്റെ സിനിമ തങ്ങളുടെ കടപ്പുറത്തിനെ ഓർമ്മിപ്പിക്കുന്ന തരത്തിൽ തങ്ങളുടെ ജീവിതത്തിനെ അവിസ്മരണീയമാക്കി ലോക സിനിമയിലേക്ക് എത്തിച്ച വലിയൊരു കലാകാരനെ ഇന്നും സ്മരിക്കുന്നു എന്നുള്ളത് ഏറെ അഭിമാനമുള്ളൊരു കാര്യമാണ്. തൻ്റെ സൃഷ്ടിയും താനും ലോകമുള്ളിടത്തോളം കാലം നിലനിൽക്കുക എന്ന് പറയുന്നത് നിങ്ങളെപ്പോലെയുള്ള സഹൃദരായ നാട്ടുകാരുടെയും കലാസ്നേഹികളുടെയും വലിയ ശ്രമമാണ്. അത്തരമൊരു ശ്രമത്തിൽ ഇവിടെ വന്ന് ചേർന്ന് നിങ്ങളുടെ നിന്ന് പ്രത്യേകിച്ച് നമുക്കറിയാം ഗോപാലൻ സാറിനെക്കുറിച്ച് നമുക്ക് പറയുകയാണെങ്കിൽ മലയാള സിനിമയിലെ ഒരു വളരെ ഉന്നതമായ സിനിമകൾ, ഏറ്റവും ക്ലാസിക് സ്വഭാവമുള്ള സിനിമകൾ എടുത്തു തുടങ്ങി ഇന്ന് വളരെ എമ്പുരാനുള്ളിൽ വരെ എത്തി നിൽക്കുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് ഏറെ സന്തോഷമുള്ളതാണ്. അദ്ദേഹത്തിനെ പോലുള്ളൊരു ലെജൻഡറി പ്രൊഡ്യൂസറിൽ നിന്ന് ഞാൻ ഈ അവാർഡ് സ്വീകരിക്കുന്നു. അത് തന്ന എൻ്റെ സുഹൃത്തുക്കളായ ഇതിൻ്റെ സംഘാടകർ, പ്രത്യേകിച്ച് പ്രമോദ് പപ്പൻ മുതലായ ആൾക്കാരോടുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ഞാൻ എൻ്റെ ഓർമ്മയിൽ നിന്ന് ഒരു ചെറിയ കാര്യം കാര്യമായിട്ട് സാറിനെ കുറിച്ച് പറയണമെന്ന് ആഗ്രഹിക്കുകയാണ്. എനിക്ക് തോന്നുന്നു 2005 ചടങ്ങിലും ഞാൻ ഇത് പറഞ്ഞിരുന്നു. എൻ്റെ ഗുരുവായ പത്മരാജൻ സാറിൽ നിന്ന് ഞാൻ നേരിട്ട് കേട്ടതാണ്. പത്മരാജൻ സാറും കാര്യാട്ട് സാറുമായിട്ടുള്ള വലിയൊരു സൗഹൃദത്തിനെക്കുറിച്ചും ബന്ധത്തിനെക്കുറിച്ചൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അദ്ദേഹം രാമുക്കാരിയാട്ട് സാറിനെ ആദ്യമായി കാണുന്നത് മദിരാശിയിലെ ഒരു ലോഡ്ജ് മുറിയിൽ വെച്ചിട്ടാണ്. അപ്പോൾ ജനലിലൂടെ നോക്കുമ്പോൾ കാര്യാട്ട് സാർ ഇരുന്ന് ഒരു കവിത പാടുകയാണ്. ഇത് വെറും ഒരു സുഷുപ്തിയല്ല, വേദനാജനകമല്ല എന്ന് തുടങ്ങുന്ന ഒരു കവിതയുടെ ശീലകൾ പാടുന്നതായിട്ടാണ് പത്മരാജൻ സാറ് രാമുക്കാരിയാട്ട് സാറിനെ ആദ്യം കാണുന്ന നിമിഷങ്ങൾ എന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞ ഈ നിമിഷങ്ങളെ ഞാൻ ഓർക്കുകയാണ്. അത്തരത്തിലുള്ള ഒരു മഹാ വ്യക്തിത്വത്തിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടിയുള്ള ഈ അവാർഡ് എനിക്ക് ലഭിച്ചതിലുള്ള സ്നേഹം വീണ്ടും അറിയിക്കുന്നു. താങ്ക് യു. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്, ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633 888 575.